ഹായ് പ്രിയ കൂട്ടുകാരെ, ഷീജാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നമുക്കിന്നൊരു ഓണം സ്പെഷ്യൽ ഇഞ്ചി അച്ചാർ തയ്യാറാക്കാം. ഇഞ്ചി കറി തയ്യാറാക്കാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിലും ഞാൻ ചെയ്യുന്ന രീതിയിൽ, പെട്ടെന്ന് തയ്യാറാക്കുന്ന രീതിയിൽ, നമ്മൾ കൂടുതൽ ഐറ്റംസ് ഒന്നും ചേർക്കാതെ കണ്ട് പെട്ടെന്ന് ഓയിൽ കുറച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കുന്ന രീതിയിൽ നമുക്ക് തയ്യാറാക്കാം. ഞാൻ ഒരു കഷ്ണം ഇഞ്ചി നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് അത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 10 ഗാർലിക്കും കൂടി അതിൻ്റെ കൂടെ അതേപോലെ തന്നെ നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതങ്ങോട്ട് ചൂടായി കഴിയുമ്പോൾ ആ ഇഞ്ചി നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളി ഒരുമിച്ച് നമ്മളങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ആ ഒരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കുന്ന രീതിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാം. ഇതിനകത്ത് കോക്കനട്ടൊന്നും ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് കുറേ കാലം നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. അതാണ് ഈ ഫ്രൈ ആക്കി എടുക്കുന്നതിലാണ് നമ്മുടെ ഇഞ്ചിക്കറിയുടെ ടേസ്റ്റും കാര്യങ്ങളും എല്ലാം. നമുക്കതൊന്ന് ഫ്രൈ ആവുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നന്നായി ഇളക്കി കൊടുക്കണം. പിന്നെ എല്ലാവരും ഓണമൊക്കെ ആഘോഷിക്കാനൊക്കെ തയ്യാറായിരിക്കുകയാണല്ലേ. ഓണം തുടങ്ങി, അത്തം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഓണമല്ലേ. അപ്പോൾ പിന്നെ ഓരോരോ തിരക്കുകളാണ്, എല്ലാവർക്കും തിരക്കാണ്. ഓരോരോ ഐറ്റംസ് നമ്മൾ റെഡിയാക്കി വരണ്ടേ. എല്ലായിടവും തിരക്ക് തന്നെ. ഇത് ഒരു സൈഡ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അതിനി എല്ലാം ഒന്ന്, അത് ഈ പാനിനകത്തായിട്ടാണ് ഇങ്ങനെ പ്രശ്നം. നമ്മൾ ഇരുമ്പിൻ്റെയോ അല്ലെങ്കിൽ ഉരുളിയിലോ ഒക്കെ ആണെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് കിട്ടും. എൻ്റെ ത്രോട്ടൊന്നും ശരിയായിട്ടില്ല, അതാ ഇങ്ങനെ സൗണ്ട്. അത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അതെല്ലാം ഒരു സെറ്റായി ഇട്ടങ്ങായി. ഇവിടുത്തെ ആ ഇഞ്ചിക്ക് നല്ല നാര്, അതുകൊണ്ടാവും അങ്ങനെ. കുഴപ്പമില്ല, നമുക്കത് ചെറിയ തീയിലിട്ട് പതുക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിപ്പോൾ എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. 2 സൈഡും ഉള്ളും എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കത് ഇനി ആ ഓയിലിൽ നിന്നും കോരി മാറ്റണം. അത് ഓയിലിനകത്താണ് കിടക്കുന്നത്. നമ്മളിപ്പോൾ ആദ്യം ഒഴിച്ച ഓയിൽ, ഈ ഇഞ്ചി ഫ്രൈ ആയതിൻ്റെ ബാക്കിയുള്ള ഓയിൽ ആ പാത്രത്തിൽ തന്നെ ഉണ്ട്. ഇനി ആ ഓയിലിനകത്താണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ആ ഇഞ്ചി മാറ്റിയിട്ട് അത് ആ ഫ്രൈ ആയ ഇഞ്ചി നമ്മൾ മാറ്റി അത് തണുത്തതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒഴിക്കാതെ പൊടിച്ചെടുക്കണം. നന്നായി പൊടിച്ചതിന് ശേഷം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ നമ്മൾ പിന്നെ പിഴുപുളി ഉണ്ടല്ലോ, സാമ്പാർ പുളി, അത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഞെരടി ആ വെള്ളം ഒഴിച്ച് വേണം നമ്മൾ ആ ഇഞ്ചി പൊടിച്ചത് നന്നായിട്ട് അലിയിച്ചെടുക്കണം. പൊടിച്ചത് ഞാൻ അലിയിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുളിവെള്ളം ഒഴിച്ച് നന്നായിട്ട് ഞെരടി അതെല്ലാം യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ ഇഞ്ചി വറുത്ത ആ ഓയിലിനകത്തോട്ട് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ വെളുത്തുള്ളിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല, പച്ചമുളക് ഒന്നും ചേർക്കുന്നില്ല. കാരണം പച്ചമുളകൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എത്ര മൂപ്പിച്ചാലും ശരി, കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ആ പച്ചമുളകിനൊരു വേറൊരു ടേസ്റ്റ് വരും. അത് ഞാൻ ഇതിനകത്ത് ഏത് അച്ചാർ തയ്യാറാക്കിയാലും അതിനകത്തൊന്നും ഞാൻ ഈ എന്താ പറയുന്നത്, നമ്മുടെ വിനാഗിർ ചേർക്കുകയില്ല. ഒരച്ചാറിലെന്ത് ഞാൻ ചേർക്കില്ല. പിന്നെ നോൺ വെജൊക്കെ അച്ചാറിടുക, അത് ഞാൻ അങ്ങനെ അച്ചാറിടാറില്ല. അതാണ് സത്യം. എനിക്ക് നോൺ വെജ് അച്ചാറിടുന്നതിനോട് അത്ര താല്പര്യമില്ല. അഥവാ ആർക്കെങ്കിലും വേണ്ടിയിട്ട്, മോനൊക്കെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇടും. അങ്ങനെ ഞാൻ തയ്യാറാക്കി കൊടുത്തു വിടുന്നതല്ലാതെ ഞാൻ വീട്ടിലേക്ക് അങ്ങനെ നോൺ വെജ് അച്ചാറിടാറില്ല. അങ്ങനെ നോൺ വെജ് അച്ചാറിടുമ്പോൾ നമ്മൾ ഇത് ചേർക്കും കേട്ടോ. പക്ഷേ എനിക്ക് ഇവിടെ ആർക്കും അത് ഇഷ്ടമല്ല, വിനാഗിർ ചേർക്കുന്ന അച്ചാർ. അത് നമ്മൾ കടുകെല്ലാം ഇട്ട് അതിന് ശേഷം കറിവേപ്പില ഇട്ടു, ചുവന്നുള്ളി ഇട്ടു,
ചുവന്നുള്ളി നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ കറിവേപ്പില ഇട്ട് അത് രണ്ടും നന്നായിട്ട് ഫ്രൈ ആകണം. ഫ്രൈ ആയതിന് ശേഷം നമ്മൾ വറ്റൽമുളക് ഇട്ട് അതിന് ശേഷം പിന്നെന്താ ഒരു 1/2 സ്പൂൺ ടെർമറിക് പൗഡർ, പിന്നെ ചില്ലി പൗഡർ 1.5 സ്പൂൺ, പിന്നെ നമ്മുടെ ഉലുവ ഒരു 1/2 സ്പൂൺ. ഇത് ഇത്രയും മാത്രമേ ചേർത്തിട്ടുള്ളൂ, വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഇനി നമ്മൾ ആ ഇഞ്ചി നന്നായിട്ട് അരച്ചത് പിഴുപുളിയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചത് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തതാണ്. ആ മുളക് പൊടിയുടെയൊക്കെ പച്ചമണമെല്ലാം മാറി കേട്ടോ. മാറിയതിന് ശേഷമാണ് ഞാനത് ഒഴിച്ചു കൊടുത്തത്. പിന്നെ ബാക്കി വന്ന പിഴുപുളിയാണത്, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അതും കൂടെ നമ്മുടെ ആ മിക്സഡ് ജാർ ഒന്നുകൂടെ കഴുകിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സഡ് ജാറിനകത്ത് വെച്ച് തന്നെ ഇങ്ങനെ റെഡിയാക്കിയത് കേട്ടോ. എന്നിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ, ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തിളപ്പിക്കണം. തിളപ്പിച്ച് ഇതിലകത്തുള്ള ഓയിൽ കണ്ടെയ്നർ മൊത്തം വെളിയിൽ വരണം. ആ ഇഞ്ചിയിലുള്ളതും അതുപോലെ നമ്മൾ ചേർത്തിട്ടുള്ള മൊത്തം വെള്ളം നിശേഷം വറ്റിച്ചെടുക്കണം. അങ്ങനെ ആയാൽ നമ്മുടെ ഇഞ്ചിക്കറി എത്ര ദിവസം വേണേലും ഇരിക്കും. ഫ്രിഡ്ജിലൊന്നും വെക്കുകയൊന്നും വേണ്ട. ഇനി ഇത് തിളച്ചത് നോക്ക്, ആ ഇടയ്ക്കൊരു പത പോലെ വന്നില്ല. ഇടയ്ക്ക് അങ്ങനെ പത വരുന്നത് നമ്മൾ സൈഡിലോട്ട് നീക്കി കൊടുക്കണം. ആ സൈഡ് മാത്രമാണ്. ഈ സ്റ്റൗവിന് നടുഭാഗത്ത് തീ അങ്ങനെ വരില്ല. അതുകൊണ്ട് ഈ സൈഡ് മാത്രമാണ് ഇങ്ങനെ തിളയ്ക്കുന്നത്. അത് നമ്മൾ ഇങ്ങനെ ഇളക്കി എല്ലാ ഭാഗത്തും ഒരേപോലെ എണ്ണ തെളിഞ്ഞ് വരണം. ആ രീതിയിൽ നമ്മൾ ഇത് തിളപ്പിച്ച് വറ്റിച്ച് എടുക്കാം. ഇപ്പോൾ ഒരു പരുവമായിട്ടുണ്ട്, ഇനിയും വറ്റാനുണ്ട്. എല്ലാ ഭാഗത്തും എണ്ണ തെളിഞ്ഞെങ്കിൽ മാത്രമേ ഇഞ്ചിക്കറി റെഡി ആയിട്ടുള്ളൂ. നമ്മൾ സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ പറയാൻ വിട്ടുപോയി. നിങ്ങൾ കണ്ടുവല്ലോ അല്ലേ. നമുക്കത് ഇനിയും വറ്റാനുണ്ട്. എല്ലാ ഭാഗത്തും എണ്ണ തെളിഞ്ഞെങ്കിൽ മാത്രമേ ഇഞ്ചിക്കറി റെഡിയാവുള്ളൂ. അതുകൊണ്ട് നമുക്കത് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഇളക്കി അങ്ങോട്ട് നീക്കി കൊടുക്കാം. അപ്പം അത് വറ്റിക്കോളും. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓണം സ്പെഷ്യലായിട്ടുള്ള ഓരോ ഐറ്റംസ് ഇങ്ങനെ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നന്നായിട്ട് അത് തിളച്ച് വറ്റി വരട്ടെ. എൻ്റെ സൗണ്ട് എന്തോ പോലെയൊക്കെ ആയി വരുന്നു. ഇവിടെ മഴയാണ്. നാട്ടിൽ മഴയുണ്ടോ എന്തോ. ഇവിടെ നല്ല മഴയാണ്. രാവിലെ ആയിക്കഴിഞ്ഞാൽ കുറേ സമയത്തേക്ക് മഴയാണ്. ഈ മഴ ആയത് കാരണം ത്രോട്ട് ശരിയായി വരുന്നില്ല. ഉച്ചയാകുമ്പോഴത്തേക്ക് കുറച്ച് സമയം കുഴപ്പമില്ലാണ്ട് നിൽക്കും. ഇനി നല്ല തണുപ്പും ഇനിയുണ്ട്. ആ ഇടയ്ക്കുള്ള ഭാഗം അങ്ങോട്ട് ഇതായി വരുന്നില്ല. നോക്കട്ടെ, നന്നായിട്ട് തിളച്ച് എല്ലാ ഭാഗത്തും എണ്ണ. നമ്മൾ കുറച്ച് ഓയിൽ മാത്രം യൂസ് ചെയ്താണ് നമ്മൾ ഈ ഇഞ്ചിക്കറി തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഇഞ്ചി ആയത് കാരണം മറ്റ് ഒന്നിൻ്റെ ആവശ്യമില്ല. അതുപോലെ കോക്കനട്ടൊക്കെ വറുത്തിട്ട് നമ്മൾ ചെയ്യും, പക്ഷെ അതൊക്കെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഇത് എൻ്റെ അമ്മ തയ്യാറാക്കുന്ന രീതിയാണിത്. പെട്ടെന്നൊരു ഇഞ്ചിക്കറി വേണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അമ്മ തയ്യാറാക്കും. അതാണ്, വളരെ വേഗമാണ് ഇത് തയ്യാറാക്കുന്നത്. പക്ഷേ തേങ്ങയൊക്കെ ചേർത്തിട്ടാണെങ്കിൽ നമ്മൾ കുറേ സമയം എടുക്കും അതിന്. അത് പിന്നെ വറുത്തെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ വറുക്കുക. പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടം ഇങ്ങനെയാണ്. ഇത്തിരി എരിവും അതുപോലെ ആ ഇഞ്ചിയുടെ ഗുണവും, ആ തേങ്ങയൊക്കെ ചേർക്കുമ്പോൾ തേങ്ങയുടെ ഒരു മണമായിരിക്കും മുന്നേ നിൽക്കുക. പക്ഷെ നമ്മളിങ്ങനെ വെക്കുകയാണെങ്കിൽ ആ ഇഞ്ചിയുടെ ആ ഒരു മണമുണ്ടല്ലോ, ഒന്ന് വേറെ തന്നെ. ഇനിയിപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഓരോരുത്തർക്കും ഒരേ ഇഷ്ടമല്ലേ. ഓരോരുത്തർക്ക് തേങ്ങ ചേർത്ത് തയ്യാറാക്കുന്നതാവും മറ്റുള്ളവർക്ക് ഇഷ്ടം. എങ്കിലും ഞാൻ ചെയ്യുന്ന രീതിയിൽ എല്ലാ കൂട്ടുകാരെയും ഒന്ന് കാണിച്ചു തന്നെ നോക്കൂ. ഇപ്പോൾ ആ ഓയിൽ എല്ലാ ഭാഗത്തും ഓയിൽ തെളിഞ്ഞിട്ടുണ്ട്. എല്ലാ ഭാഗവും നന്നായി തിളച്ചിട്ടുമുണ്ട്, നന്നായി വറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഓയിൽ ഇത്രയും ഇങ്ങനെ തെളിഞ്ഞു വന്നത്. നിങ്ങൾ കണ്ടുവല്ലോ, നമ്മൾ അധികം ഓയിലൊന്നും ചേർത്തിട്ടില്ല. നോക്കൂ, ഇനി ഒരു അല്പസമയം കൂടെ ഇനി ആ സ്റ്റവ് നമ്മൾ ഓഫ് ചെയ്തു. ഇനി അതിലിരുന്ന് നന്നായി വറ്റി വരും. തണുത്തിട്ട് നമുക്ക് വേറൊരു ജാറിലേക്ക് മാറ്റാം. അപ്പോൾ ബൈ.